സലീം, പാപ്പനംകോടും തിരുവനന്തപുരത്തും തമ്പാനൂരിലുമൊക്കെ തന്നെ എന്താണ് അവസ്ഥ? യാത്രക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു KSRTC ബസ് സ്റ്റേഷനായ തമ്പാനൂരിലാണ്. ഇവിടെ ആകെ 49 സർവീസുകളാണ് ഈ ഡിപ്പോയിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ 49 സർവീസും ഇന്ന് സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ചില ജീവനക്കാർ, ഈ ഡിപ്പോയിലെ തന്നെ ചില ജീവനക്കാർ പണിമുടക്കുന്നുണ്ടെങ്കിലും താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചുകൊണ്ടാണ് KSRTC ഈ പ്രതിസന്ധി മറികടക്കുന്നത്. അത് ഈ തമ്പാനൂർ ഡിപ്പോയിലെ മാത്രം കാര്യമല്ല, കേരളത്തിലെ മുഴുവൻ ഡിപ്പോകളിലും താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചുകൊണ്ട് പണിമുടക്കിനെ നേരിടാനാണ് സർക്കാരിന്റെ തീരുമാനം. നേരത്തെ തന്നെ ഈ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യവും അത് തന്നെയായിരുന്നു. ഈ താൽക്കാലിക ജീവനക്കാരെ അമിതമായി ആശ്രയിക്കുന്നു, KSRTC ജീവനക്കാരെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നൊരു പരാതി ഇവർക്ക് ഉണ്ടായിരുന്നു. ഏറെക്കുറെ ആ പരാതി ശരിവെക്കുന്ന നിലയിലാണ് ഈ താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഏറെക്കുറെ തിരുവനന്തപുരത്ത് തമ്പാനൂർ ഡിപ്പോയിലെ മുഴുവൻ സർവീസുകളും ഒന്നുകൂടാതെ എല്ലാ സർവീസുകളും നടക്കുന്നത് കൊണ്ട് തന്നെ തമ്പാനൂരിൽ നിന്ന് ആ നിലയിലൊരു യാത്രാക്ലേശം അനുഭവപ്പെടുന്നില്ല. മറ്റ് ജില്ലയിലെ മറ്റ് ഡിപ്പോകളിലും സംസ്ഥാനത്തെ കണക്കുകൾ 10 മണിയോടുകൂടി ക്രോഡീകരിച്ചെത്തും എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ കണക്ക് വന്നതിന് ശേഷം ഇത് ഏത് നിലയിൽ ബാധിച്ചു എന്ന് അറിയാൻ പറ്റും. 30% സർവീസുകൾ മുടങ്ങും എന്നുള്ളതാണ് നേരത്തെ തന്നെ TDF-ന്റെ നേതാക്കൾ പറഞ്ഞത്. ഇപ്പോൾ ഈ TDF-ന്റെ സംസ്ഥാന നേതാവ് കൂടിയാണ് അജയകുമാർ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ഈ തമ്പാനൂരിൽ കുറച്ചധികം ബസ്സുകൾ പണിമുടക്കും എന്ന് കരുതിയിരുന്നതാണ്, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. മുഴുവൻ ബസ്സുകളും സർവീസ് നടത്തുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള എല്ലാ പണിമുടക്കുകൾക്കും ഞങ്ങൾ ബസ്സുകൾ തടഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ തൊഴിലാളികൾ കൂടെ സ്വമേധയെ ഏറ്റെടുത്തുകൊണ്ട് ഒരു സമരം നടത്തുകയാണ്. ഇന്ന് വന്നിട്ടുള്ള സ്ഥിരം ജോലിക്കാരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ കോടതിയെ കൂടെ പറ്റിച്ചുകൊണ്ട് ഇതിനകത്ത് എംപാൻ വ്യവസ്ഥ ഇല്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ AKG സെന്ററിൽ നിന്നും നിയമിച്ച കുറെ ഗുണ്ടകളാണ് ഇതിനകത്ത് ബദലികളായിട്ട് വന്നിട്ടുള്ളത്. അവരടിമകളെപ്പോലെ ഇതിനകത്ത് ജോലി ചെയ്യുന്നു. അതുപോലെ സമരം പൊളിക്കുന്നതിനുവേണ്ടി സർക്കാർ വിഭാഗം സംഘടന, അത് CIT-യും അവരോടൊപ്പം BMS-ഉം കൂടെ ചേർന്നുകൊണ്ട് ഈ സമരം പൊളിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി KSRTC നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 8.5 വർഷമായി നടത്തുന്ന സമരത്തിന്റെ തുടക്കമെന്നോണമാണ് ഞങ്ങൾ ഈ പണിമുടക്ക്. നിയമപരമായി മന്ത്രിക്കും ലേബറിലും ഒക്കെ കത്ത് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സമരം നടത്തുന്നത്. ഇപ്പൊ ഇവിടത്തെ മുഴുവൻ ബസ്സും സർവീസ് നടത്തുന്നത്, അതുപോലെ സംസ്ഥാനത്തെ മുഴുവൻ ഏറെക്കുറെ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് നേരിടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമരം പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആണ് തീർച്ചയായിട്ടും. ബദലി ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി മാനേജ്മെന്റും സർക്കാർ നിൽക്കുന്നത്. അങ്ങനെയാണ്, അതായത് താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചുകൊണ്ട് സമരത്തെ നേരിടാനാണ് സർക്കാരിന്റെ തീരുമാനം. 12 ആവശ്യങ്ങളാണ് ഈ സമരക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ആവശ്യങ്ങളാണ് TDF, ആ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം പുരോഗമിക്കുന്നത്. ഓക്കെ, സലീം മാലിക്, തിരുവനന്തപുരത്തെ തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്ന് സലീം മാലിക് നമുക്കൊപ്പം ചേരുക.